ഇൻവെസ്റ്റ്മെന്റിന് ലോങ് ടേം ഓഹരികൾ തിരഞ്ഞെടുക്കുന്നത് മൂലധനത്തിന്റെ സ്ഥിരതയാർന്ന വളർച്ചയ്ക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും ഒരുപോലെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ്. ഈ സ്റ്റോക്കുകൾ സാധാരണയായി ശക്തമായ ബിസിനസ് മോഡലുകളും മാനേജ്മെന്റും സ്ഥിരമായ വരുമാന സാധ്യതയുമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ടിരിക്കും. വിപണിയിലെ ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസിനെ മറികടന്ന് സ്ഥിരതയുള്ള ഡിവിഡൻഡും ഇന്റഗ്രേറ്റഡ് ഗ്രോത്തിന്റെ ആനുകൂല്യവും ലഭ്യമാക്കുന്ന സ്റ്റോക്കുകളാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യം. ഇൻവെസ്റ്റേഴ്സ് അച്ചടക്കം, ക്ഷമ, ഫണ്ടമെന്റൽ അനാലിസിസ് എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുന്നു. മാർക്കറ്റ് സൈക്കിളുകളിലുടനീളം സ്ഥിരമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ശക്തമായ കമ്പനികൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനുള്ള മികച്ച തെരഞ്ഞെടുപ്പാണ്. അത്തരത്തിൽ മികച്ച ലോങ് ടേം സ്റ്റോക്കുകളെ കുറിച്ചും അവയുടെ പെർഫോമൻസിനെ കുറിച്ചും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്നിവയെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നു. വെൽക്കം ടു ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ആദ്യമായി നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയ സ്റ്റോക്കിനെ പറ്റി പറയാം. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എനർജി, പെട്രോകെമിക്കൽസ്, നാച്ചുറൽ ഗ്യാസ്, റീറ്റെയിൽ, എന്റർടൈൻമെന്റ്, ടെലികമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ, ടെക്സ്റ്റൈൽസ് എന്നിവയാണ് കമ്പനിയുടെ പ്രധാന ബിസിനസ്സുകൾ. മാർക്കറ്റ് ക്യാപ്, വരുമാനം എന്നിവ കണക്കിലെടുത്താൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനിയാണ് റിലയൻസ്. ലോകത്തെ 100ാമത്തെ വലിയ കമ്പനിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ നികുതിദായകനും ഏറ്റവും വലിയ കയറ്റുമതിക്കാരനുമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയുടെ മൊത്തം വ്യാപാര കയറ്റുമതിയുടെ 7% റിലയൻസ് ഇൻഡസ്ട്രീസ് കൈയാളുന്നത്. ശക്തമായ സാമ്പത്തിക പ്രകടനം, സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 2025 സാമ്പത്തിക വർഷത്തെ Q3-ൽ 18,540 കോടിയുടെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് 17,265 കോടി രൂപയായിരുന്നു. വാർഷികാടിസ്ഥാനത്തിൽ ഇയർ ഓൺ ഇയർ 7% വളർച്ച കൈവരിച്ചിരിക്കുന്നത്. ടെലികോം, റീറ്റെയിൽ, പെട്രോകെമിക്കൽ വിഭാഗങ്ങളിൽ ഉടനീളം വളരെ സ്ട്രോങ് ആയ പെർഫോമൻസും കമ്പനി കാഴ്ചവെക്കുന്നു. കമ്പനിയുടെ മൊത്തം വരുമാനം വർഷം തോറും 6.7% വർദ്ധിച്ച് 2.4 ലക്ഷം കോടി രൂപയിലെത്തി. ഉയർന്ന കടം കാരണം സാമ്പത്തിക ചെലവുകൾ വർദ്ധിച്ചിട്ടും എബിറ്റിഡ വർഷം തോറും 7.8% വർദ്ധിച്ച് 48,003 കോടി രൂപയിലെത്തി. ഇത് കമ്പനിയുടെ നല്ലൊരു പ്രവർത്തന കാര്യക്ഷമതയെ കാണിക്കുന്നു. സമീപകാല ഏറ്റെടുക്കലുകളും സ്ട്രാറ്റജിക് മൂവ്സും ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി RIL-ന്റെ അനുബന്ധ സ്ഥാപനമായ നവ്യാൻ ട്രേഡിംഗ് വെൽസ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് 382.73 കോടി രൂപയ്ക്ക് നവ്യാൻ ഷിപ്പ്യാർഡിലെ 74% ഓഹരികൾ കമ്പനി ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കൽ റിലയൻസിന്റെ വിതരണ ശൃംഖലയെ, എസ്പെഷ്യലി എനർജി റീറ്റെയിൽ ബിസിനസ്സുകളെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള സ്ട്രാറ്റജിക് എക്സ്പാൻഷൻസും വെർട്ടിക്കൽ ഇന്റഗ്രേഷനും പ്രവർത്തന മികവിനുള്ള RIL-ന്റെ കമ്മിറ്റ്മെന്റിനെ ശക്തിപ്പെടുത്തുന്നു. ഓഹരി പ്രകടനവും വിപണി പ്രവണതകളും. RIL-ന്റെ ഓഹരി വില അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് 20% തിരുത്തലിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് സാധ്യതയുള്ള ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറി. ഫെബ്രുവരിയിൽ ഓഹരി 5% കുറഞ്ഞു. മാർച്ചിൽ 8%-ലധികം ഓഹരി വീണ്ടെടുക്കുകയും ചെയ്തു. ഇത് വിപണിയിലെ ഒരു കോൺഫിഡൻസ് ഉയർത്തുന്നതിനെയാണ് കാണിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഡിവിഡൻഡ് ബേസ്ഡ് ബിസിനസ് മോഡൽ, ഉയർന്ന വളർച്ചയ്ക്കുള്ള ഒന്നിലധികം മേഖലകളിലെ നേതൃത്വം, ടെലികോം, റീറ്റെയിൽ, എനർജി എന്നിവയിലെ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിവ ലോങ് ടേം സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമായി കമ്പനിയെ മാറ്റി. ജിയോ IPO, താരിഫ് വർധനവ്, തുടർച്ചയായ റീറ്റെയിൽ വികസനം തുടങ്ങിയ വരാനിരിക്കുന്ന ഉത്തേജകങ്ങൾക്കൊപ്പം RIL-ന്റെ സ്റ്റോക്കുകൾ ശക്തമായ വളർച്ചാ സാധ്യത വാഗ്ദാനം ചെയ്യുന്നു. അടിസ്ഥാനപരമായി മികച്ചതും ദീർഘകാലവുമായ നിക്ഷേപ അവസരം തേടുന്ന ഇൻവെസ്റ്റേഴ്സിന് റിലയൻസ് ഓഹരികൾ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. അടുത്തായി നമുക്ക് മറ്റൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് നോക്കാം. ITC ലിമിറ്റഡ്. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ITC ലിമിറ്റഡ്. FMCG, അഗ്രി ബിസിനസ്, ഇൻഫർമേഷൻ ടെക്നോളജി, പേപ്പർ പ്രൊഡക്ട്സ്, പാക്കേജിംഗ് എന്നിങ്ങനെ 6 ബിസിനസ് വെർട്ടിക്കലുകളായി കമ്പനി പ്രവർത്തിക്കുന്നു. വരുമാനത്തിന്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നാണ്. വൈവിധ്യമാർന്ന ബിസിനസ് മോഡലുകളും സ്ഥിരതയാർന്ന സാമ്പത്തിക പ്രകടനവും കൊണ്ട് ITC ലിമിറ്റഡ് സ്ഥിരതയുള്ളതും ഡിഫൻസീവുമായ ഒരു ഇൻവെസ്റ്റ്മെന്റായി വേറിട്ട് നിൽക്കുന്നു. FMCG, സിഗരറ്റുകൾ, ഹോട്ടലുകൾ, അഗ്രി ബിസിനസ്, പേപ്പർ ആൻഡ് പാക്കേജിംഗ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം സെക്ടറുകളിലായി കമ്പനി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ
ശക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള. സിഗരറ്റ് ബിസിനസ് ഒരു പ്രധാന ഇൻകം ഏണർ ആയി തുടരുമ്പോൾ ITC അതിന്റെ FMCG വിഭാഗം അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 28% സംഭാവന ചെയ്യുന്നത് FMCG സെക്ടറാണ്. FMCG വിഭാഗത്തിൽ ആശീർവാദ്, സൺഫീസ്റ്റ്, ബിങ്കോ, യെപ്പി, ക്ലാസ്മേറ്റ്, ഫിയാമ തുടങ്ങിയ പ്രശസ്തമായ ബ്രാൻഡുകൾ ഉൾപ്പെടുന്നു. ശക്തമായ വിപണി സാന്നിധ്യവും ബ്രാൻഡ് വിശ്വസതയും ഇത് കാണിക്കുന്നു. സിഗരറ്റ് വിഭാഗത്തിൽ ITCക്ക് 75% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ശക്തമായ ഒരു പ്രൈസിംഗ് പവറുള്ള ഒരു കമ്പനിയായി ITCയെ മാറ്റുന്നു. വ്യവസായത്തിലെ റെഗുലേറ്ററി ചലഞ്ചസുകൾക്കിടയിലും സ്ഥിരതയാർന്ന വോളിയം വളർച്ചയ്ക്കും ഉയർന്ന പ്രോഫിറ്റ് മാർജിനും നിലനിർത്താൻ ITCക്ക് കഴിഞ്ഞു. ഇത് മറ്റ് ബിസിനസ്സുകളിലേക്കുള്ള വ്യാപനത്തെ പിന്തുണയ്ക്കുന്ന സൗജന്യ പണത്തിന്റെ സ്ഥിരമായ ഒഴുക്ക് ഉറപ്പാക്കുന്നു. കൂടാതെ കമ്പനി ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് അഗ്രസീവ്ലി വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. പാൻഡമിക്കിന് ശേഷമുള്ള ശക്തമായ വീണ്ടെടുക്കലിന് ഹോട്ടൽ ബിസിനസ് സാക്ഷ്യം വഹിച്ചപ്പോൾ ITC ഹോട്ടലുകളുടെ സമീപകാല വിഭജനം കോർ കമ്പനിയെ ഉയർന്ന മാർജിൻ ബിസിനസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഓഹരി ഉടമകളുടെ മൂല്യവും അൺലോക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി വിഭാഗത്തിൽ 40% ഓഹരികൾ അവർ ഇപ്പോൾ നിലനിർത്തുന്നുണ്ട്. ശക്തമായ ഗോതമ്പ് കയറ്റുമതിയും ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസും പ്രയോജനപ്പെടുത്തുന്ന കാർഷിക ബിസിനസ് വിഭാഗം മറ്റൊരു പ്രധാന വളർച്ചാ ഘടകമാണ്. ITCയുടെ വിതരണ ശൃംഖല കാര്യക്ഷമമായതും ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസും കാർഷിക ബിസിനസ് മേഖലയിൽ കമ്പനി ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. അതുപോലെ പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് പരിഹാരങ്ങൾക്കായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും സസ്റ്റൈനബിലിറ്റിയോടുള്ള ITCയുടെ കമ്മിറ്റ്മെന്റും മൂലം പേപ്പർ പാക്കേജിംഗ് ബിസിനസ് സ്ഥിരതയാർന്ന വളർച്ച കൈവരിക്കുന്നുണ്ട്. ഹരിത സംരംഭങ്ങൾ, വാട്ടർ പോസിറ്റീവ് ആക്ടിവിറ്റീസ്, കാർബൺ ന്യൂട്രൽ ലക്ഷ്യങ്ങൾ എന്നിവയിൽ കമ്പനിയുടെ നേതൃത്വം നിക്ഷേപകർക്ക് ആകർഷകമായ നിക്ഷേപമാക്കി മാറ്റുന്നുണ്ട്. ITC ലിമിറ്റഡിന്റെ സംയോജിത അറ്റാദായം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7% കുറഞ്ഞ് 4,935 കോടി രൂപയായി. അതേസമയം വരുമാനം 8% വർദ്ധിച്ച് 20,350 കോടി രൂപയായി. സ്റ്റോക്കുകളുടെ കുറഞ്ഞ ഇൻസ്റ്റബിലിറ്റിയും പ്രതിരോധ സ്വഭാവവും ഇതിനെ ഒരു അനുയോജ്യ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്നു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ITCയുടെ വളർച്ചാ തന്ത്രം, പ്രീമിയമൈസേഷൻ, ഡിജിറ്റൽ ഡെവലപ്മെന്റ്, അന്താരാഷ്ട്ര വിപണിയിലെ കടന്നുകയറ്റം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവയാണ്. കമ്പനിയുടെ ശക്തമായ ഗവേഷണ വികസന കഴിവുകൾ, പുതിയ ഉൽപ്പന്ന ലോഞ്ചുകളിലേക്ക് നവീകരണം, ചെലവ് കുറഞ്ഞ ബിസിനസ് മോഡൽ എന്നിവ സുസ്ഥിരമായ ലോങ് ടേം വളർച്ച ഉറപ്പാക്കുന്നു. സ്ഥിരമായ ബാലൻസ് ഷീറ്റ്, കടമില്ലായ്മ, സ്ഥിരമായ വരുമാനം എന്നിവ ഉപയോഗിച്ച് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് നല്ല ഒരു നിക്ഷേപ ഓപ്ഷനായി മാറുകയാണ് ITC ലിമിറ്റഡ്. അടുത്തായി റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് RVNL. RVNL ഇന്ത്യയുടെ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. പദ്ധതി നിർവഹണത്തിനും അടിസ്ഥാന ഗതാഗത സൗകര്യ വികസനത്തിനുമായി റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർമ്മാണ വിഭാഗമായി കമ്പനി പ്രവർത്തിക്കുന്നു. രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനും ഒരു റെയിൽവേ ഉപകരണ നിർമ്മാണ കമ്പനി സൃഷ്ടിക്കുന്നതിനുമായി 2003 RVNL സ്ഥാപിതമായി. ഇന്ത്യ ഗവൺമെന്റിന്റെ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഒരു നവരത്ന പൊതുമേഖലാ കമ്പനിയാണ് RVNL. കഴിഞ്ഞ 5 വർഷത്തിനിടെ കമ്പനി 21% CAGR വരുമാനം നേടി 33.4% ഡിവിഡന്റ് പേ ഔട്ട് അനുപാതത്തോടെ നല്ലൊരു ലാഭ മാർജിൻ നിലനിർത്തിയിട്ടുമുണ്ട്. 2024 ഡിസംബർ 31 കണക്കനുസരിച്ച് റെയിൽവേ, മെട്രോ, അന്താരാഷ്ട്ര പദ്ധതികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാവിയിലെ വരുമാനത്തിന്റെ സ്ട്രോങ് വിഷൻ ഉറപ്പാക്കിക്കൊണ്ട് RVNL 97,000 കോടി രൂപയുടെ ഓർഡർ ബുക്ക് നേടിയിട്ടുണ്ട്. സാമ്പത്തിക പ്രകടനവും വളർച്ചയും സംബന്ധിച്ച ഒരു വീക്ഷണം നോക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തെ 3ാം പാദത്തിൽ മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് RVNLന്റെ അറ്റ വിൽപ്പനയിൽ 2% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും വാർഷികാടിസ്ഥാനത്തിൽ RVNLന്റെ അറ്റ വിൽപ്പന 8% വർദ്ധിച്ച് 21,889 കോടി രൂപയിലെത്തി. അതേസമയം മറ്റാദായം 16.5% വർദ്ധിച്ച് 1,469.53 കോടി രൂപയിലെത്തി. ഇത് ദീർഘകാല സാമ്പത്തിക സ്ഥിരതയും വളർച്ചയുമാണ് സൂചിപ്പിക്കുന്നത്. കമ്പനിക്ക് 75,000 കോടിക്ക് മുകളിൽ മൂലധനമുണ്ട്. 21% റിട്ടേൺ ഓൺ ഇക്വിറ്റി ROEയും 19% ROCEയും ഉൾപ്പെടെ ശക്തമായ ഒരു റിട്ടേൺ അനുപാതങ്ങളും അവരുടെ പക്കലുണ്ട്. നിക്ഷേപങ്ങൾ നോക്കുകയാണെങ്കിൽ FII RVNLലെ തങ്ങളുടെ ഓഹരികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി മുൻ ക്വാർട്ടറിനെ അപേക്ഷിച്ച് അവരുടെ ഷെയർ ഹോൾഡിംഗ് 5.10% ഉയർന്നു. അതേസമയം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് 5.81 ഓഹരികളും കൈവശമുണ്ട്. ഇത് കമ്പനിയുടെ ശക്തമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോൺഫിഡൻസിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മൾട്ടിബാഗർ സാധ്യത നോക്കുമ്പോൾ 2 വർഷത്തിനുള്ളിൽ 470% നേട്ടവും 5 വർഷത്തിനുള്ളിൽ അതിശയിപ്പിക്കുന്ന 2500% വരുമാനവും RVNL നേടിയിരുന്നു. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഓഹരികളിൽ ഒന്നായി RVNL മാറി.
റെയിൽവേയുടെ നവീകരണം, മെട്രോ വികസനം, അതിവേഗ റെയിൽ പദ്ധതികൾ എന്നിവയ്ക്കുള്ള സർക്കാരിന്റെ ഒരു അഗ്രസീവ് മൂവ് കണക്കിലെടുക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ ചെലവുകളുടെ പ്രധാന ഗുണഭോക്താവായി RVNL തുടരുന്നു. ഇത്രയുമാണ് നമുക്ക് RVNL പറ്റി പറയാനുള്ളത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ITC ലിമിറ്റഡ്, റെയിൽ വികാസ് നിഗം, RVNL എന്നിവ 3 പ്രമുഖ ലോങ് ടേം നിക്ഷേപ ഓഹരികളാണ്. ഓരോന്നും വ്യത്യസ്ത മേഖലകളിൽ മികച്ചു നിൽക്കുന്ന ഓഹരികളാണ്. ശക്തമായ അടിസ്ഥാന തത്വങ്ങളും ഭാവി വളർച്ചാ സാധ്യതകളുമുള്ള കമ്പനികളാണ് ഇവ ഓരോന്നും. ടെലികോം, റീറ്റെയിൽ, പെട്രോകെമിക്കൽസ്, റിന്യൂവബിൾ എനർജി എന്നിവയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് തങ്ങളുടേതായ ഒരു ഇടം നേടിയിട്ടുണ്ട്. ജിയോ IPO പോലുള്ള വരാനിരിക്കുന്ന ഉത്തേജനങ്ങളും താരിഫ് വർധനവും കൂടുതൽ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാം. FMCG, സിഗരറ്റുകൾ, വളരുന്ന ഹോസ്പിറ്റാലിറ്റി, കാർഷിക ബിസിനസ് വിഭാഗങ്ങളിലെ വിപണി നേതൃത്വത്തിന്റെ പിന്തുണയോടെ ITC ലിമിറ്റഡ് സ്ഥിരതയുള്ളതും ലാഭവിഹിതം നൽകുന്നതുമായ ഒരു സ്റ്റോക്കായി നിലകൊള്ളുന്നു. ഇത് വിശ്വസനീയമായ ഒരു കോമ്പൗണ്ടിംഗ് നിക്ഷേപമാക്കി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ RVNL സർക്കാർ പിന്തുണയുള്ള റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ പ്ലെയറായി തുടരുന്നുണ്ട്. ഇത് ദീർഘകാല വരുമാന ദൃശ്യതയും ശക്തമായ ലാഭ വളർച്ചയും ഉറപ്പാക്കുന്നുണ്ട്. ഈ 3 ഓഹരികളിലെയും ബാലൻസ്ഡ് ആയ പോർട്ട്ഫോളിയോ വിഹിതം, സ്ഥിരത, വളർച്ച, സുസ്ഥിര വരുമാനം എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് കോമ്പൗണ്ടിങ്ങും മൂലധന വളർച്ചയും ആഗ്രഹിക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മികച്ച ഒരു തിരഞ്ഞെടുപ്പായി മാറുകയും ചെയ്യും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.